ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവാമി. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഫാബ്രിക് പെയിൻറ്റിൻ്റെ വീഡിയോയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ ഒന്നുമല്ല വന്നിട്ടുള്ളത്. ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരിക്കലൊരു കുക്കിംഗ് വീഡിയോ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ റെസിപ്പി എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ചൈന ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഈ ബബിൾ ടീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൂപ്പരിത് പറഞ്ഞു തന്നപ്പോൾ, ഈ റെസിപ്പി പറഞ്ഞു തന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇത് ചെയ്ത് നോക്കി. വളരെയധികം ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല അടിപൊളി ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ബബിൾ ടീ മേക്കിംഗ് ഈ വീഡിയോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഫസ്റ്റായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. 1/4 കപ്പ് വെള്ളം, 1/2 കപ്പ് ബ്രൗൺ ഷുഗർ, 1 കപ്പ് കപ്പപ്പൊടി അതായത് പൂളപ്പൊടി. ഇത് മൂന്നുമാണ് നമുക്ക് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമ്മൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുറച്ച് വലിയൊരു പാന് അടുപ്പത്ത് വെക്കാം. നമുക്ക് മാവ് തയ്യാറാക്കാനാണ്, അതുകൊണ്ട് കുറച്ച് കുഴിയുള്ള ഒരു പാത്രം വെക്കുന്നതാണ് നല്ലത്. ചൂടായതിന് ശേഷം നമ്മൾ 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ബബിൾ ടീ എന്ന് പറയുന്നത് ഫസ്റ്റായിട്ട് 1980s തായ്വാനിലാണ് ചെയ്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ചെറിയ ചെറിയ തരികളാണല്ലോ, അതെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് അലിയണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ ബ്രൗൺ ഷുഗർ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ബ്രൗൺ ഷുഗറുണ്ട്, ഡാർക്ക് ബ്രൗൺ ഷുഗറുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ നമ്മളുടെ കപ്പപ്പൊടി കൊണ്ടുള്ള ബോൾസ് എന്ത് കളറായിരിക്കും? ലൈറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കും. ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള പേൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതെനിക്ക് ലൈറ്റ് പേൾസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് നമ്മൾ കപ്പപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂണ് നമ്മൾ കപ്പപ്പൊടി ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യണ്ട, അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് തിളക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മുടെ മാവ്. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നത്, കപ്പപ്പൊടി ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വേഗത്തിൽ നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇത് ഒരു മാവ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ചൂടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മാവ് നന്നായിട്ട് കുഴയ്ക്കണം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ കുഴയ്ക്കുന്നത്. നന്നായിട്ട് കുഴയ്ക്കാം, എന്നാലാണ് നമുക്ക് പരത്തുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പരത്താൻ പറ്റുള്ളൂ മാവ്. നമ്മൾ പരത്തുമ്പോൾ കുറച്ച് കപ്പപ്പൊടി അതിലേക്ക്, അതായത് പരത്തുന്ന കല്ലിലേക്ക് കുറച്ച് കപ്പപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പരത്തുക.
അതുകൊണ്ട് നമുക്ക് വേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ ഒരു ഇത്തിരി കപ്പപ്പൊടി മാറ്റി വയ്ക്കുക. അതിൽ നിന്ന് പൊടി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പരത്തുന്നത്. ഓക്കെ, വലിയ തിന്നായിട്ടൊന്നും പരത്തണ്ട. നമുക്കൊരു ബോൾസ് എത്ര വലിപ്പം വേണം നമ്മുടെ ബോൾസ് എന്നതിനനുസരിച്ച്, നമ്മളൊരു മാലയുടെ മുത്തില്ലേ ആ വലുപ്പത്തിലാണ് നമുക്ക് ബോൾസ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുക. ഓക്കെ, വലിയ കട്ടിയൊന്നും ഞാൻ കുറയ്ക്കുന്നില്ല. എന്നിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ട്, അതായത് നമുക്ക് എത്രയാണോ പേൾസിൻ്റെ വലിപ്പം വേണ്ടത് ആ രീതിയിൽ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. 2 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ബോൾസ് ചെയ്യാം. അപ്പോൾ ഒരേ രീതിയിൽ ഒരേ സൈസിലുള്ള പേൾസ് നമുക്ക് കിട്ടും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, മാവ് നീളത്തിൽ വെച്ചിട്ട് അതിൽ നിന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്താലും മതി. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, നീളത്തിൽ മാവ് കുഴച്ച് നീളത്തിലാക്കിയിട്ട് അതിൽ നിന്നും കുറേശ്ശെ പിച്ചി ബോൾസ് ഉണ്ടാക്കില്ലേ, അങ്ങനെ ചെയ്താലും മതി. ഇത് ഒരേ ഒരു അളവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ബോൾസ് കിട്ടും. അത് നമ്മൾ കപ്പ പൊടി തന്നെ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോൾസ് തമ്മിൽ ഒട്ടിപ്പിടിക്കും. നല്ല പശയുണ്ട് കപ്പപ്പൊടിക്ക്, അതുകൊണ്ട് രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ കപ്പപ്പൊടിയുടെ പ്ലേറ്റിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ബോൾസൊക്കെ ഇടുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അത് ഒരുമിച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ ബോൾസ് ഉണ്ടാക്കിയ നല്ല ഭംഗിയാണ്. ടീ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മാക്സിമം എല്ലാവരും ഒരേ സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതിൽ പല ട്രിക്കുകളുണ്ട് ബോൾസ് കട്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ബോൾസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ മാവിൽ നമ്മൾ പൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഞാനതൊരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോൾസിലൊക്കെ നല്ല നനവുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പരത്തിയിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അത് പരത്തിയതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് റോൾ ചെയ്യാം. റോൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പ് മാറാണ്ടിരിക്കാനാണ്. അതിൽ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഓരോ ബോൾസും ഒന്നിച്ച് തന്നെ കൈ കൊണ്ട് റോൾ ചെയ്ത് കൊണ്ടുവരാം. ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 2 മിനിറ്റ് ഏകദേശം ചെയ്തതിന് ശേഷം നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര കാലം വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ബോൾസ് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 2 മിനിറ്റ് ഇളക്കി വെക്കുക. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അത് വീണ്ടും ഒന്നും കൂടെ ഇളക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ഈർപ്പുള്ള സമയമായതുകൊണ്ട് നമുക്ക് എത്രത്തോളം മാക്സിമം വെക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ ജസ്റ്റ് റോൾ ചെയ്ത് വെക്കണം. പിന്നെ വീണ്ടും 1 മണിക്കൂറും കൂടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബോൾസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് 1 മണിക്കൂർ വെക്കുക, വീണ്ടും ഒന്നും കൂടെ റോൾ ചെയ്യുക, വീണ്ടും 1 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അടപ്പുള്ള കണ്ടെയ്നറിൽ നമ്മളത് മാറ്റുന്നു. ഇപ്പോൾ നമുക്കിത് ഫ്രീസ് ചെയ്യാൻ കറക്റ്റായിട്ടുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഫ്രീസറിൽ വെക്കാം. ഇനി നമുക്കിങ്ങനെ ടീ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഈ ബോൾസ് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആവശ്യമുള്ള ബോൾസ്, അതായത് ഫ്രീസ് ചെയ്യാൻ വെച്ചതിൽ നിന്ന് നമുക്ക് ചായയ്ക്ക് ആവശ്യമുള്ള ബോൾസ് മാത്രം എടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇടണം. ആദ്യം ബോൾസ് തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായി കുക്ക് ചെയ്യണം ബോൾസ്. നമുക്കതുകൊണ്ട് സിറപ്പും ബോൾസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ബോൾസ് മൊത്തം വേണ്ടതല്ല, പക്ഷേ എന്നാലും ഞാനിത് മുഴുവൻ എടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് 4 ടൈപ്പിലാണ് ഞാനിവിടെ ടീ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഈ ബോൾസ് മൊത്തം ഇടുന്നുണ്ട്.
നമുക്ക് ചായക്ക് ആവശ്യമുള്ളത് മാത്രം, അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ബോൾസ് ഇട്ടാൽ മതി കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇടാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ ബ്രൗൺ ഷുഗറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് വെള്ളത്തിന് കളർ ചേഞ്ച് എന്തായാലും പറ്റും. പക്ഷേ ബോൾസിന് ഒരു മാറ്റം വരില്ല. ബോൾസ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ, അതൊന്നും പേടിക്കരുത്. അതാ ബ്രൗൺ ഷുഗറിൻ്റെ കളറായിരിക്കും നമ്മൾ വെള്ളത്തിന്. ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള വെള്ളമായിരിക്കും. ലൈറ്റ് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വെള്ളമാവും. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 20 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം. 20-30 മിനിറ്റ് നമ്മൾ ഈ ബോൾസ് നന്നായിട്ട് കുക്ക് ചെയ്യണം. ഇളക്കിക്കൊണ്ടിരിക്കുക. ബോൾസ് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പൊന്തിയിട്ട് ഇങ്ങനെ വരും. പൊന്തി വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ ഒരു 30 മിനിറ്റോളം ഇത് വേവിക്കണം. എന്നാലാണ് ആ ഒരു കൊഴുപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് കുക്കും ചെയ്യാവും. ഇത് തിളച്ച് വരും നന്നായിട്ട്. അതുകൊണ്ട് വലിയൊരു പാത്രത്തിൽ തന്നെ നമ്മളിത് വെള്ളം വെക്കണം കേട്ടോ. വലിയ പാത്രത്തിലായാൽ മാത്രമാണ് നമുക്കിത് തിളച്ച് വരുമ്പോൾ റെഡി ആയിട്ട് കിട്ടും. ബോൾസ് ഒന്നും കൂടെ വീർത്ത് വരും. ഈ ചായയിലേക്ക് നമ്മൾ ഈ ബോൾസ് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചായ കുടിക്കുക മാത്രമല്ല കഴിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെന്ത് കഴിഞ്ഞ ബോൾസ് നമ്മൾ ഒരു അരിപ്പയിലേക്ക് മാറ്റണം. അതിലത്തെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. കുക്കായിട്ടത് കണ്ടോ, നല്ല കൊഴുത്തിട്ട് ഒരു ബോൾസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ. അരിപ്പയിലേക്ക് ബോൾസ് മാറ്റിയ ശേഷം നമ്മൾ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഈ ബോൾസ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വല്ല കുക്കിങ്ങിന് കുറവുള്ള ബോൾസ് ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി കുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 20 മിനിറ്റ് നമ്മൾ പുറത്ത് ഒരു പാത്രത്തിൽ വയ്ക്കുക. അതിന് അടപ്പ് വെക്കണം കേട്ടോ. അത് അടച്ച് വയ്ക്കുക. എന്നിട്ട് വേറെ ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഈ ബോൾസ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായ ശേഷം ഒരു 1/2 കപ്പ് ശർക്കര ചീകിയത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ആയാലും മതി, പക്ഷെ അതിലേറെ ടേസ്റ്റ് ശർക്കരയാണ്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ശർക്കര അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ചൂടിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ശർക്കര നല്ല മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു മധുരം കൂടെ ആ ബോൾസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുക. ഈ ബോൾസ് ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയിട്ട് ഈ ശർക്കര പാനി മുഴുവൻ ആ ബോൾസിൽ പിടിക്കുന്ന രീതിയിൽ നന്നായി തിളപ്പിക്കുക. നല്ലൊരു കളർ ചേഞ്ച് വരും കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആ ശർക്കര എത്രത്തോളം നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നു അത്രത്തോളം ഡാർക്ക്നെസ് കൂടി വരും. നമ്മൾ മാക്സിമം ഇളക്കി യോജിപ്പിക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഈ വീഡിയോ ഉച്ചയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ഞാനിത് ചെയ്ത് വന്നപ്പോഴേക്കും രാത്രിയായി. അതുകൊണ്ട് ചായ തയ്യാറാക്കുന്നതൊക്കെ കുറച്ച് ഇരുട്ടായിപ്പോയി. വീഡിയോ വലിയ ക്ലിയർ ഇല്ല, എന്നാലും നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, നമ്മുടെ ബോൾസ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ആവശ്യാനുസരണം ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ.
നല്ല അടിപൊളിയായിട്ടുള്ള പേൾസുള്ള ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ബോൾസ് കാണാൻ നല്ല ഭംഗിയില്ലേ, കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചായയിൽ. ഫസ്റ്റായിട്ട് നമുക്ക് ഒരു കോഫി തയ്യാറാക്കാം. ആദ്യം ബബിൾസ് ഇട്ടു, അതിലേക്ക് കോഫി ആഡ് ചെയ്തു, പിന്നെ മിൽക്ക് ചേർത്തിട്ട് നമ്മൾ ഐസ് ക്യൂബ് ഇടുകയാണ് ചെയ്തത്. ഞാൻ മിൽക്കിൽ നന്നായിട്ട് മധുരം ഇട്ടിട്ടുണ്ട്, കാരണം ഡ്രിങ്കിന് വേണ്ട മധുരം നമ്മൾ മിൽക്കിൽ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഞാൻ ചായയാണ് ചെയ്തത്. ബബിൾസ് ഇട്ടിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തു, ആ ചായ ഒരു ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പാലൊഴിച്ചു, പിന്നീട് ടീ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്തത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തയ്യാറാക്കാം. ജസ്റ്റ് ബബിൾസ് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നു. ആ മിൽക്കിലേക്ക് നമ്മൾ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഐസ് ക്യൂബ്സ് ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കോക്കോ പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഫസ്റ്റിൽ ബബിൾസ് ആഡ് ചെയ്തിട്ട് നോർമൽ ചെയ്യുന്ന പോലെ മിൽക്ക് ആഡ് ചെയ്തു, അതിനുശേഷം കോക്കോ പൗഡർ ആഡ് ചെയ്തു, ദെൻ ഐസ് ക്യൂബ്സ്. അങ്ങനെ നമുക്ക് ഇതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഏത് ഫ്ലേവറിലും ഏത് ടേസ്റ്റിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടിപൊളി ബബിൾ ടീ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.